إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أصدق الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ടും അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ടും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ ഒന്നൊഴിയാതെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടും യഥാർത്ഥ മുസ്ലിമീങ്ങളായി, മുഅ്മിനുകളായി, മുവഹ്ഹിദുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനാധ്വാനം ചെയ്യണം എന്ന് സ്വന്തം നഫ്സിനെയും പിന്നീട് നിങ്ങൾ ഓരോരുത്തരെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ നാം ജീവിക്കുന്ന നാടുകളിൽ സുരക്ഷയും സമാധാനവും അനിവാര്യമാണ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഇസ്ലാമിക കാഴ്ചപ്പാടുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനു മുമ്പ് മനുഷ്യ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് മലക്കുകളോട് പറയുകയുണ്ടായി. وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً قَالُوا أَتَجْعَلُ فِيهَا مَنْ يُفْسِدُ فِيهَا وَيَسْفِكُ الدِّمَاءَ وَنَحْنُ نُسَبِّحُ بِحَمْدِكَ وَنُقَدِّسُ لَكَ قَالَ إِنِّي أَعْلَمُ مَا لَا تَعْلَمُونَ. മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ, മനുഷ്യനെ സൃഷ്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ മലക്കുകളുടെ ആശങ്ക, റഹ്മാനായ നാഥന്, പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവിന് ഇബാദത്ത് ചെയ്യലാണല്ലോ മലക്കുകളടക്കമുള്ള ലോകത്തിലെ സകല സൃഷ്ടികളുടെയും ദൗത്യം. എന്നിരിക്കെ കലാപമുണ്ടാക്കുന്ന, കുഴപ്പമുണ്ടാക്കുന്ന, രക്തം ചിന്തുന്ന ഒരു സൃഷ്ടിപ്പിന്റെ പിന്നിലെ രഹസ്യം എന്താണ്? അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക, രക്തം ചിന്തുക, ഇങ്ങനെയുള്ള പ്രവർത്തികൾ കാഴ്ചവെക്കുന്ന ഒരു സൃഷ്ടിയെ എന്തിനാണ് നാഥ നീ സൃഷ്ടിക്കാൻ പോകുന്നത് എന്നതാണ് മലക്കുകളുടെ ചോദ്യം. എന്ന് മാത്രമല്ല, അവർ പറഞ്ഞു, വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക, നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടും നിന്റെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ടും കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, കലാപങ്ങൾ ഉണ്ടാക്കാതെ, രക്തം ചിന്താതെ നിനക്കുള്ള ഇബാദത്തിൽ മുഴുകിക്കൊണ്ട് ഞങ്ങളുണ്ടല്ലോ എന്ന് മലക്കുകൾ ചോദിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്. എന്ന് പറഞ്ഞാൽ കലാപവും കുഴപ്പങ്ങളുമല്ല, ഇബാദത്താണ് വേണ്ടത് എന്നതാണ് മലക്കുകൾ മനസ്സിലാക്കിയ കാര്യം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മറുപടി, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. അലാ യഅലമു മൻ ഖലഖ, സൃഷ്ടിച്ചവനായ നാഥനല്ലയോ മറ്റുള്ളവരെക്കാൾ അറിയുന്നത്?
അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹുവിന് നടത്തുന്ന തസ്ബീഹുകൾ, അല്ലാഹുവിന് നടത്തുന്ന തഹ്മീദുകൾ, അല്ലാഹുവിന് നടത്തുന്ന ഇബാദാത്തുകൾ, ആ ഇബാദാത്തുകൾ കേവലം തസ്ബീഹിൽ മാത്രം ഒതുങ്ങുന്നതല്ല, കേവലം തഹ്ലീലിൽ മാത്രം ഒതുങ്ങുന്നതല്ല. മറിച്ച് മനുഷ്യനിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതല്ലാത്ത നിലക്കുള്ള ആരാധനകളും ഉദ്ദേശിക്കുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതര ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവേചന ശക്തി നൽകി. വേദഗ്രന്ഥങ്ങളിലൂടെ പ്രവാചകന്മാരിലൂടെ എങ്ങനെ ജീവിക്കണം എന്ന നിർദ്ദേശങ്ങൾ നൽകി. അതോടൊപ്പം കലാപങ്ങൾ ഉണ്ടാക്കാൻ, കുഴപ്പമുണ്ടാക്കുവാൻ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവും സ്വാതന്ത്ര്യവും നൽകി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നന്മയുടെ വഴികൾ തെരഞ്ഞെടുക്കണം. ആരാണോ തിന്മയുടെ വഴി തെരഞ്ഞെടുക്കുന്നത് അവർക്ക് ഇരുലോകത്തും നഷ്ടം. ആരാണോ നന്മയുടെ വഴി തെരഞ്ഞെടുക്കുന്നത് അവർക്ക് ഇരുലോകത്തും നന്മ. മാത്രമല്ല, മാനവ സമൂഹത്തിൽ എവിടെയെല്ലാം തിന്മകൾ ഉണ്ടാകുന്നുണ്ടോ, ഒരു രാജ്യത്ത് ഫസാദ് ഉണ്ടാക്കുവാൻ, രക്തം ചിന്തുവാൻ, കുഴപ്പമുണ്ടാക്കുവാൻ ആളുകൾ ആഗ്രഹിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ അതിനെ ബ്ലോക്ക് ചെയ്യുക എന്നത് ഏറ്റവും വലിയ ഒരു ഇബാദത്തായി കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു. ഈ ഒരു ഇബാദത്ത് ജീവജാലങ്ങളിൽ വേറെ എവിടെയും കാണുക സാധ്യമല്ല. ആകാശലോകത്ത് കാണപ്പെടുന്ന ഇബാദത്ത് തസ്ബീഹാണ്, തഹ്മീദാണ്. പ്രപഞ്ചത്തിലാകമാനം സൂക്ഷ്മവും സ്ഥൂലവുമായ പ്രപഞ്ചലോകത്ത് മുഴുവൻ കാണപ്പെടുന്ന ആരാധനയുടെ രൂപം എന്താണ്? തസ്ബീഹാണ്, തഹ്മീദാണ്. അല്ലാഹുവിനെ വാഴ്ത്തലാണ്, അല്ലാഹുവിനെ പുകഴ്ത്തലാണ്, അല്ലാഹുവിനുള്ള സുജൂദാണ്. പക്ഷെ മനുഷ്യരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു പുറമെ വേറെയും ഒരുപാട് ഇബാദത്തുകൾ നിശ്ചയിച്ചു. ആ ഇബാദത്തുകളിൽപ്പെട്ടതാണ് ഭൂമിയിൽ സമാധാനമുണ്ടാക്കുക, ആരാധനയാണ്. ഭൂമിയിൽ ശാന്തി ഉണ്ടാക്കുക, ആരാധനയാണ്. അക്രമികളുടെ കൈകൾ പിടിക്കുക, ആരാധനയാണ്. മുസ്ലിം ഉമ്മത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുക, ആരാധനയാണ്. അല്ല, ഏറ്റവും വലിയ ആരാധനകളിൽപ്പെട്ടതാണത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ചുരുക്കത്തിൽ മറ്റു ജീവജാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ നിന്ന് പല നിലക്കുമുള്ള കാര്യങ്ങൾ അല്ലാഹു ഉദ്ദേശിക്കുന്നു. അതിൽപ്പെട്ടതാണ് രാജ്യത്ത് സമാധാനമുണ്ടാക്കുക, അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഭൂമിയിൽ ഉണ്ടാക്കുക. കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന് യഥാവിധി ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ ഒരു രാജ്യത്ത് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നോക്കൂ നിങ്ങൾ, വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദി ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബാദി ഖൗഫിഹിം അംനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട മതമനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല തരും. വലയുബദ്ദിലന്നഹും മിൻ ബാദി ഖൗഫിഹിം അംനാ. ഭയപ്പാടിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിർഭയത്വവും നൽകുന്നതാകുന്നു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ രണ്ട് കാര്യങ്ങൾ ജമ്മു ചെയ്തു. ഒന്ന്, വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദി ഇർതദാ ലഹും. ഇഷ്ടപ്പെട്ട മതമനുസരിച്ചുകൊണ്ട്, തൗഹീദ് അനുസരിച്ചുകൊണ്ട്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥാവിശേഷം നാടുകളിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തരും. അതെങ്ങനെയാണ് സാധിക്കുന്നത്? വലയുബദ്ദിലന്നഹും മിൻ ബാദി ഖൗഫിഹിം അംനാ. അവിടെ ഖൗഫ് ഉണ്ടാവാൻ പാടില്ല, പേടിയുണ്ടാകുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. നിർഭയത്വം ഉണ്ടാകണം, ശാന്തി ഉണ്ടാകണം, സമാധാനമുണ്ടാകണം. എത്രമാത്രം ഒരു നാട്ടിൽ സമാധാനമുണ്ടോ അത്രമാത്രം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ ഒരാൾക്ക് സാധിക്കും. എത്രമാത്രം ഒരു നാട്ടിൽ ശാന്തിയും സമാധാനവും ഇല്ലയോ അത്രമാത്രം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ കുറവ് സംഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലുടനീളം മനുഷ്യർക്ക് നൽകിയ ഒരുപാട് നിഅമത്തുകളിൽ ഏറ്റവും വലിയ നിഅമത്ത് നിർഭയത്വമാണ് എന്ന് പറയാനുള്ള കാരണം. ഫൽയഅബുദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്.
നിങ്ങൾ ഈ ഭവനത്തിന്റെ കഅബയുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക. വിശപ്പിൽ നിന്ന് അതിനെ മാറ്റുവാൻ വേണ്ടി നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന അല്ലാഹു, അതേപോലെ തന്നെ നിർഭയത്വം നിങ്ങൾക്ക് നൽകുന്ന ഭയപ്പാടുകളിൽ നിന്ന്, പേടികളിൽ നിന്ന് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വം നൽകിയിരിക്കുന്നു. നിർഭയത്വം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ നിഅമത്താണ്. കാരണം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, ഏകനായ അല്ലാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യമെങ്കിൽ അതിലേക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന വിഷയം എന്താണ്? ഒരു രാജ്യത്തിന്റെ നിർഭയത്വവും സമാധാനവും ശാന്തിയുമാണ്. ഒരു സൊസൈറ്റിയുടെ, ഒരു സമൂഹത്തിന്റെ സമാധാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വദറബല്ലാഹു മസലൻ ഖറയതൻ കാനത് ആമിനതൻ മുത്മഇന്നതൻ യഅതീഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മകാനിൻ ഫകഫറത് ബിഅൻഉമില്ലാഹി ഫഅദാഖഹാ അല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫി ബിമാ കാനൂ യസ്നഊൻ. അല്ലാഹു നിങ്ങൾക്കൊരു പട്ടണത്തെ, ഒരു രാജ്യത്തെ ഇതാ ഉപമ പറഞ്ഞു തരുന്നു. മക്കയാണ് ഉദ്ദേശമെന്ന് ധാരാളം മുഫസ്സിരീങ്ങൾ പറഞ്ഞിരിക്കുന്നു. ആ രാജ്യത്തിന്റെ പ്രത്യേകത എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കാനത് ആമിനതൻ മുത്മഇന്നതൻ, നിർഭയത്വമുള്ള ഒരു നാട്, ശത്രുവിനെ ഭയപ്പെടേണ്ടതില്ലാത്ത ഒരു നാട്, ആരും ആക്രമിക്കാൻ വേണ്ടി വരാനില്ലാത്ത ഒരു രാജ്യം. അതുകൊണ്ട് തന്നെ മുത്മഇന്ന, അവിടെ സമാധാനമുണ്ട്, ശാന്തിയുണ്ട്. പക്ഷെ അവർ നന്ദികേട് കാണിച്ചപ്പോഴോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഅദാഖഹാ അല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫ്, വിശപ്പും പേടിയും അല്ലാഹു അവർക്ക് പകരം നൽകിയെന്നാണ്. അപ്പൊ അല്ലാഹുവിന്റെ നിഅമത്ത് നിർഭയത്വം, അല്ലാഹുവിന്റെ ശിക്ഷ ഭയപ്പാട്. അപ്പൊ ഭയപ്പാട് അല്ലാഹുവിന്റെ ശിക്ഷയാണ്, നിർഭയത്വം അല്ലാഹുവിന്റെ നിഅമത്താണ്. അതുകൊണ്ട് ആ ഒരു നിഅമത്ത് രാജ്യത്ത് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നത് മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ ദൗത്യമായി, ഇബാദത്തായി, ആരാധനയായി ഇസ്ലാം നിശ്ചയിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഏതൊരു പുതിയ ചന്ദ്രന്റെ ഉദയവും കാണുമ്പോൾ, ഏതൊരു മാസപ്പിറവിയും കാണുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമ ഇസ്ലാം. അല്ലാഹുവേ, ഈ ഒരു പുതിയ മാസത്തെ നീ ഞങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ്? ബിൽ അംനി വൽ ഈമാൻ, നിർഭയത്വവും ഉണ്ടാകണം, ഈമാനും ഉണ്ടാകണം. കാരണം നിർഭയത്വത്തിൽ നിന്ന് ഈമാൻ, ഈമാനിൽ നിന്ന് നിർഭയത്വം. രണ്ട്, വസ്സലാമതി വൽ ഇസ്ലാം, ഇസ്ലാമും വേണം, സലാമത്തും വേണം, ശാന്തിയും വേണം, സമാധാനവും വേണം. ഇസ്ലാം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുകയും വേണം. എന്ന് പറഞ്ഞാൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുവാൻ സമാധാനം, ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ നിർഭയത്വം. അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ മുഅ്മിനു മൻ അമിനഹു നാസു ഫീ ദിമാഇഹിം വഅംവാലിഹിം വഅഅറാദിഹിം. ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അയാളിൽ നിന്ന് നിർഭയത്വം ഉണ്ടാകുന്നു, അവരുടെ ധനത്തിന്റെ വിഷയത്തിൽ, അവരുടെ അഭിമാനത്തിന്റെ വിഷയത്തിൽ, അതേപോലെ തന്നെ അവരുടെ ശരീരത്തിന്റെ, രക്തത്തിന്റെ വിഷയത്തിൽ. ഈ വിഷയത്തിലൊക്കെ സമൂഹത്തിന് നിർഭയത്വം നൽകുന്നവനാരോ അവനാണ് മുഅ്മിൻ. നിർഭയത്വം നൽകുന്നവനാരോ അവനാണ് മുസ്ലിം. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇതര മുസ്ലിമീങ്ങൾക്ക് കൈകൊണ്ടോ നാവുകൊണ്ടോ ഒരു ഉപദ്രവവും ഉണ്ടാക്കാൻ പാടില്ലാത്തവരാണ്. അവരെ കൊണ്ട് സമാധാനമേ ഉണ്ടാകാൻ പാടുള്ളൂ, അവരെ കൊണ്ട് ശാന്തിയെ ഉണ്ടാകാൻ പാടുള്ളൂ, അവരെ കൊണ്ട് നിർഭയത്വമേ ഉണ്ടാകാൻ പാടുള്ളൂ. കാരണം ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ നിർഭയത്വം ആവശ്യമാണ്, സമാധാനം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിർഭയത്വം ഉണ്ടാക്കലും ശാന്തി ഉണ്ടാക്കലും ഏറ്റവും വലിയ ഒരു വിഷയമായി, ഇബാദത്തായി, ആരാധനയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹജ്ജിൽ നമുക്ക് കാണാം, അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർളി അഖാമുസ് സ്വലാഹ് വആതൂസ് സകാഹ് വഅമറൂ ബിൽ മഅറൂഫ് വനഹൗ അനിൽ മുൻകർ വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ. ഒരു രാജ്യത്ത് നിർഭയത്വം ഉണ്ടായാൽ അവിടെ ഉണ്ടാകാൻ പോകുന്ന നന്മകളാണത്. അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർളി, ഏതെങ്കിലും ആളുകൾക്ക് ഒരു നാട്ടിൽ അല്ലാഹു നിർഭയത്വം നൽകിയാൽ, അധികാരം നൽകിയാൽ, സ്വസ്ഥത നൽകിയാൽ, അഖാമുസ് സ്വലാഹ്, നമസ്കാരം നിലനിർത്തട്ടെ, വആതൂസ് സകാഹ്, സകാത്ത്
നൽകട്ടെ. വഅമറൂ ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് ദഅവത്ത് ചെയ്യട്ടെ. വനഹൂ അനിൽ മുൻകർ, സമൂഹത്തിലെ തിന്മകളെ വിഭാടനം ചെയ്യാൻ വേണ്ടി ദഅവത്തിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകട്ടെ. ഒരു രാജ്യത്ത് ദഅവത്ത് നിലനിൽക്കണമെങ്കിൽ അവിടെ സമാധാനം ഉണ്ടാകണം. ഒരു രാജ്യത്ത് ഇബാദത്ത് നിലനിൽക്കണമെങ്കിൽ അവിടെ ശാന്തി ഉണ്ടാകണം. ഒരു രാജ്യത്ത് സക്കാത്തിന്റെ വ്യവസ്ഥകൾ നന്നായി നടക്കണമെങ്കിൽ അവിടെ സമാധാനം ഉണ്ടാകണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൽ വലിയ ഇബാദത്തായി ജിഹാദിനെ നിശ്ചയിച്ചിട്ടുള്ളത്. എന്താണ് ജിഹാദിന്റെ പൊരുൾ? ഏകനായ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. وقاتلوهم حتى لا تكون فتنة ويكون الدين لله. ഫിത്ന ഇല്ലാതെയാകുവാൻ വേണ്ടി നിങ്ങൾ അവരോട് സമരം ചെയ്യുക, യുദ്ധത്തിൽ ഏർപ്പെടുക. ويكون الدين لله, ഇബാദത്ത്, ആരാധന, തൗഹീദ്, അത് അല്ലാഹുവിന് നൽകിക്കൊണ്ട് ജീവിക്കാൻ ആവശ്യമായ സ്വാതന്ത്ര്യം ഒരു രാജ്യത്ത് ലഭിക്കുന്നതുവരെ ഇസ്ലാമിന്റെ ശത്രുക്കളോട്, തൗഹീദിന്റെ ശത്രുക്കളോട് നിങ്ങൾ പോരാടണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരവാദിത്തപ്പെട്ട ഇസ്ലാമിക ഭരണാധികാരികളോടും ഇസ്ലാമിന്റെ നേതൃത്വത്തോടും ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതെന്തിനു വേണ്ടിയാണ്? ഏകപക്ഷീയമായി സമൂഹത്തെ ആക്രമിക്കാൻ വേണ്ടിയല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഹജ്ജിൽ പറഞ്ഞത് നോക്കൂ. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. ഉദിന ലില്ലദീന യുഖാതലൂന, അവിടെ യുഖാതലൂന എന്ന വാക്കാണ് ഉപയോഗിച്ചത്, യഖ്തുലൂന എന്നല്ല. യുഖാതലൂൻ, ഇവരോടവർ യുദ്ധത്തിന് ഇങ്ങോട്ട് വന്നു. എന്തിന്റെ പേരിൽ? ഏകനായ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ, സമാധാനത്തിന്റെ സന്ദേശമായ ഇസ്ലാം അംഗീകരിച്ചതിന്റെ പേരിൽ അവരോട് യുദ്ധത്തിന് ഇങ്ങോട്ട് വന്നു. അതുകൊണ്ടാണ് ഉദിന ലില്ലദീന യുഖാതലൂന. പിന്നെ പറഞ്ഞതോ ബിഅന്നഹും ളുലിമു, അവർ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. വലമു എന്നല്ല പറഞ്ഞത്, അവർ ആക്രമിച്ചു എന്നല്ല പറഞ്ഞത്. ളുലിമു, മുസ്ലിമീങ്ങൾ ആക്രമിക്കപ്പെടുന്നു, തൗഹീദിന്റെ വക്താക്കൾ ആക്രമിക്കപ്പെടുന്നു, ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു, അവരോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യപ്പെടുന്നു. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. വീണ്ടും പറയുന്നത് ശ്രദ്ധിക്കൂ. അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം, അവർ അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെ മറ്റുള്ളവർ പുറത്താക്കിയതാണ്. അവരോട് മറ്റുള്ളവരാണ് യുദ്ധത്തിന് വരുന്നത്, അവരുടെ സമാധാനം കെടുത്തുന്നത് മറ്റുള്ളവരാണ്. കാരണം അവർ തൗഹീദിനെ അംഗീകരിക്കുന്നില്ല, ശാന്തി അംഗീകരിക്കുന്നില്ല. അവർ ഭൂമിയിൽ കലാപമാണ് ഉദ്ദേശിക്കുന്നത്, അവർ ഭൂമിയിൽ ഫിത്നയാണ് ഉദ്ദേശിക്കുന്നത്. ആ ഫിത്നയില്ലാതെയാകുവാൻ വേണ്ടിയുള്ള ജിഹാദ് അത് ഇസ്ലാം നിശ്ചയിക്കുകയും അതിന് വലിയ ഫദ്ൽ നിശ്ചയിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ ഒരു അടിസ്ഥാനത്തിലാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലൗലാ ദഫ്ഉല്ലാഹി الناس بعضهم ببعض لهدمت صوامع وبيع وصلوات ومساجد يذكر فيها اسم الله كثيرا ولينصرن الله من ينصره إن الله قوي عزيز. ഒരു വിഭാഗം ജനതയെ കൊണ്ട് മറ്റൊരു ജനവിഭാഗത്തെ അല്ലാഹു തടഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ, യഹൂദ ദേവാലയങ്ങൾ, അല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന മസാജിദുകൾ തകർക്കപ്പെടുമായിരുന്നു. ഫസാദിന്റെ ആളുകൾ, കുഴപ്പത്തിന്റെ ആളുകൾ നാടുകളിൽ ഫിത്നയുണ്ടാക്കാൻ, കലാപമുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ അവരെ ബ്ലോക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ തെരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ ഭൂമി മുഴുവൻ ഫസാദാകുമായിരുന്നു. മലക്കുകൾ പറഞ്ഞതുപോലെ അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ, കുഴപ്പമുണ്ടാക്കുന്ന, കലാപമുണ്ടാക്കുന്ന, രക്തമുണ്ടാക്കുന്ന ആളുകൾ മാത്രമായിട്ടാണ് മനുഷ്യന്മാർ മാറുക. പക്ഷേ റഹ്മാനായ നാഥൻ അവൻ അലീമാണ്, ഹക്കീമാണ്, അഗാധജ്ഞനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുഴപ്പമുണ്ടാക്കുന്ന ആളുകളെ മാത്രമല്ല മനുഷ്യരിലൂടെ ഉണ്ടാക്കുന്നത്, പിന്നെയോ അമ്പിയാക്കൾ, മുർസലീങ്ങൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, നന്മക്ക് വേണ്ടി നിലകൊള്ളുന്ന, സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന, ശാന്തിക്ക് വേണ്ടി നിലകൊള്ളുന്ന മഹാന്മാരായ പ്രവാചകന്മാരെ മനുഷ്യരിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരിൽ നിന്നാണ് സുദ്ദീഖീങ്ങളും ശുഹദാക്കളും സ്വാലിഹീങ്ങളും അടക്കമുള്ള നല്ല മനുഷ്യന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരിൽ നിന്ന് ഉണ്ടാക്കി. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഹദീദിൽ പറഞ്ഞത്, ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത് വഅൻസൽനാ മഅഹുമുൽ കിതാബ വൽ മീസാന ലിയഖൂമ الناس بالقسط وأنزلنا الحديد فيه بأس شديد ومنافع للناس وليعلم الله من ينصره ورسله بالغيب إن الله قوي عزيز.
അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളെ പറഞ്ഞയച്ചപ്പോ അവർക്ക് വേദഗ്രന്ഥങ്ങൾ നൽകി, മീസാൻ നൽകി, നീതിയുടെ തുലാസ്. മനുഷ്യർക്കിടയിൽ നീതി സ്ഥാപിക്കപ്പെടണം. എവിടെ അനീതിയുണ്ടോ അവിടെ അക്രമമുണ്ടാകും, എവിടെ അക്രമമുണ്ടോ അവിടെ ഭയപ്പാടുകളാണ് ഉണ്ടാവുക. എവിടെ നീതിയാണോ അവിടെ സമാധാനമുണ്ടാകും, എവിടെ സമാധാനമുണ്ടോ അവിടെ നിർഭയത്വമുണ്ടാകും. അതുകൊണ്ട് അമ്പിയാക്കൾ ഭൂമുഖത്തേക്ക് പറഞ്ഞയക്കപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് വൽ മീസാൻ, വേദഗ്രന്ഥം മാത്രമല്ല, നീതിയുടെ തുലാസുമായി സമൂഹത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാക്കുവാൻ വേണ്ടി അമ്പിയാക്കളെ അയച്ചിരിക്കുന്നു. തീർന്നില്ല, വഅൻസൽനൽ ഹദീദ, ഇരുമ്പും നാം ഇറക്കി, ഫീഹി ബഅ്സുൻ ശദീദുൻ, അതിൽ കഠിനമായ ആയോധന ശക്തിയുണ്ട്. അതിക്രമികളെ, പറഞ്ഞാൽ മനസ്സിലാകാത്തവരെ, രാജ്യത്തെ കീഴടക്കാൻ ശ്രമിക്കുന്നവരെ, രക്തം ചിന്താൻ വേണ്ടി തയ്യാറെടുത്ത ആളുകളെ ആയുധം കൊണ്ട് നേരിടേണ്ടി വരുന്ന സന്ദർഭത്തിൽ ആയുധം കൊണ്ട് നേരിടുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുമ്പും ഇറക്കിയിരിക്കുന്നു. വഅൻസൽനൽ ഹദീദ ഫീഹി ബഅ്സുൻ ശദീദുൻ വമനാഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് വേറെയും ഉപകാരങ്ങൾ അതുകൊണ്ട് ഉണ്ട് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ടാണ് മഹാനായ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഅല്ലംനാഹു സനഅത ലബൂസിൻ ലക്കും ലിതുഹ്സിനകും മിൻ ബഅസികും ഫഹൽ അൻതും ശാകിറൂൻ. വലിയ വലിയ പടയങ്കികൾ ഉണ്ടാക്കാൻ, വാളുകൾ ഉണ്ടാക്കാൻ, യുദ്ധമുറകൾ, അതിനുവേണ്ടി ആവശ്യമായിട്ടുള്ള ആയുധങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ കഴിവ് നൽകി. വഅലന്നാ ലഹുൽ ഹദീദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുമ്പിനെ എളുപ്പമാക്കി കൊടുത്തു. എല്ലാ നിലക്കുമുള്ള ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ് ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. എന്നിട്ട് എന്താണ് പറഞ്ഞത്? ആ ആയുധം കൊണ്ട് ഫസാദാണോ ഉണ്ടാക്കേണ്ടത്? ആ ആയുധം കൊണ്ട് അക്രമമാണോ ഉണ്ടാക്കേണ്ടത്? അല്ല, നീതി ഉണ്ടാക്കണം, നീതി സ്ഥാപിക്കണം. യാ ദാവൂദു ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർളി ഫഹ്കും ബൈനൻ നാസി ബിൽ ഹഖ് വലാ തത്തബിൽ ഹവാ ഫയുദില്ലക അൻ സബീലില്ലാഹ് ഇന്നൽ ലദീന യദില്ലൂന അൻ സബീലില്ലാഹി ലഹും അദാബുൻ ശദീദുൻ ബിമാ നസൂ യൗമൽ ഹിസാബ്. ഓ ദാവൂദ് പ്രവാചകരെ, അല്ലാഹു താങ്കൾക്ക് ഖിലാഫത്ത് നൽകിയിരിക്കുന്നു, രാജ്യത്തിന്റെ ഭരണാധികാരം നൽകിയിരിക്കുന്നു, ഒരു രാജ്യത്ത് താങ്കൾക്ക് പവർ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് എന്ത് വേണം? ഫഹ്കും ബൈനൻ നാസി ബിൽ ഹഖ്, ജനങ്ങൾക്കിടയിൽ നീതിപൂർവം വിധിക്കണം, ജനങ്ങൾക്കിടയിൽ സമാധാനമുണ്ടാക്കണം. വലാ തത്തബിൽ ഹവ, തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കരുത്, തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് വിധിക്കരുത്. രാജ്യത്ത് സമാധാനമുണ്ടാകട്ടെ, രാജ്യത്ത് ശാന്തി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമയെ നബിയായി, പ്രവാചകനായി തെരഞ്ഞെടുത്ത് പറഞ്ഞയച്ചത്. മഹാനായ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമക്കും അല്ലാഹു നുബുവത്ത് നൽകി, രാജാധികാരം നൽകി, രണ്ടും നൽകി. ആ രണ്ട് കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹം ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുത്തു, തൗഹീദ് പഠിപ്പിച്ചു കൊടുത്തു, നല്ല നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അതേസമയം രാജ്യത്ത് പ്രശ്നമുണ്ടാക്കുന്ന, കലാപമുണ്ടാക്കുന്ന, പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്കെതിരിൽ ശക്തമായി അദ്ദേഹം നിലകൊള്ളുകയും ചെയ്തു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്ങനെ തന്നെയായിരുന്നു. തന്റെ 13 വർഷ കാലഘട്ടത്തിലെ മക്കയിലെ ജീവിതത്തിൽ തൗഹീദ് പഠിപ്പിച്ചു, ഖുർആൻ പഠിപ്പിച്ചു, നന്മകൾ പഠിപ്പിച്ചു. പക്ഷേ ഏകനായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരവസ്ഥ ഒരു മനുഷ്യനെ സ്വീകരിച്ചാൽ രാജ്യത്ത് ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് അറിയാമായിരുന്നിട്ടും തൗഹീദിന്റെ ശത്രുക്കൾ, ആദർശത്തിന്റെ ശത്രുക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ തിരിഞ്ഞു, സത്യവിശ്വാസികൾക്ക് നേരെ തിരിഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നാട്ടിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു, ഹിജ്റ പോയി തന്റെ അനുയായികളെയും കൊണ്ട്. പക്ഷേ അക്രമത്തിന്റെ ആളുകൾ, കലാപത്തിന്റെ ആളുകൾ, ഒരു രാജ്യത്തും സമാധാനം ഉണ്ടാകരുത്, ഒരു രാജ്യത്തും നന്മയുണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന പൈശാചിക ഹൃദയമുള്ള ആളുകൾ അവർ മദീനയിലേക്കും ചെന്നു. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു, വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങളുടെ നാഥൻ അല്ലാഹുവാണ് എന്ന് പറഞ്ഞത് മാത്രമാണ് നിങ്ങൾ ചെയ്ത കുറ്റം. അതുകൊണ്ട് തിരിച്ചടിക്കണം, അക്രമികളെ ഇല്ലാതെയാക്കണം, ഈ രാജ്യത്തെ സംരക്ഷിക്കണം, മദീനയെ സംരക്ഷിക്കണം, മദീനയിലെ ജനങ്ങളെ സംരക്ഷിക്കണം. അതുകൊണ്ട് മദീനയിലേക്ക് വരുന്ന അക്രമികളായ ആളുകളെ തടയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവാദം നൽകി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത്. നമ്മളുടെ ഏറ്റവും വലിയ ദൗത്യം, ഉത്തരവാദിത്തം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്ത് ജീവിക്കലാണ്. എന്നാൽ മനുഷ്യനിൽ അതിനെ സമ്മതിക്കാത്ത ആളുകളുണ്ടാകും, അതിന് പ്രയാസമുണ്ടാക്കുന്ന ആളുകളുണ്ടാകും.
അത്തരം സന്ദർഭങ്ങളിൽ ഒരു രാജ്യത്ത് സമാധാനവും ശാന്തിയും നന്മയും ഉണ്ടാക്കുവാൻ വേണ്ടി മുൻകൈയെടുക്കുക എന്നതും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ആരാധനയാണ്. ഇസ്ലാമിക ഭരണകൂടങ്ങളുള്ള നാടുകളിലാണെങ്കിൽ ആ ഭരണകൂടം ആ ഭരണീയരായ ആളുകളിൽ നിന്നുള്ള സൈന്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആ രാജ്യത്ത് സമാധാനം ഉണ്ടാക്കേണ്ടത്. ഇസ്ലാമിക ഭരണമില്ലാത്ത രാഷ്ട്രങ്ങളിൽ ആ രാജ്യത്തിന്റെ സമാധാനത്തിനു വേണ്ടി ആ നാട്ടിലെ അവരുടേതായ ഭരണകൂടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതോടൊപ്പം ഓരോ മുസ്ലിമും തന്റെ വ്യക്തിപരമായ ഉത്തരവാദിത്തം എന്നുള്ള നിലക്ക് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും സംരക്ഷിക്കുവാൻ, ഇസ്ലാമിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പുണ്യത്തെ സംരക്ഷിക്കലാണ്, നീതിയെ സംരക്ഷിക്കലാണ്, നന്മയെ സംരക്ഷിക്കലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ സംരക്ഷണത്തിനാവശ്യമായ കാര്യങ്ങൾ അവർ ചെയ്യണം. അതും ഏറ്റവും വലിയ ഇബാദത്താണ്. അല്ല, ചില ഹദീസുകൾ മനസ്സിലാക്കിയാൽ നാം അത്ഭുതപ്പെട്ടു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സ്വഹാബികളോട് ചോദിച്ചു, അലാ ഉനബ്ബിഉകും ലൈലതൻ അഫ്ളു മിൻ ലൈലത്തിൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിനേക്കാൾ മുന്തിയ ഒരു രാത്രിയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സ്വഹാബികൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതേ അല്ലാഹുവിന്റെ റസൂലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹാരിസുൻ ഹറസ ലൈലത ഖൗഫിൻ ലഅല്ലഹു അല്ലാ യർജിഅ ഇലാ അഹ്ലിഹി. ഒരു കാവൽക്കാരൻ, ഒരു രാജ്യത്തിന്റെ കാവൽക്കാരൻ, ഒരു മുസ്ലിം സൊസൈറ്റിയുടെ കാവൽക്കാരൻ ശത്രുവിന്റെ ആക്രമണം ഉണ്ടാകുമെന്ന് ഭയപ്പാടുള്ള ഒരു രാത്രിയിൽ ശത്രുവിന്റെ നീക്കം കാണുവാൻ വേണ്ടി ഉറക്കൊഴിഞ്ഞ് കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ അയാൾ കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട്, ശത്രുക്കൾ വന്ന് ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. ലഅല്ലഹു അല്ലാ യർജിഅ ഇലാ അഹ്ലിഹി, സ്വന്തം കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകാമെന്ന പ്രതീക്ഷയോടുകൂടിയല്ല അയാൾ നിൽക്കുന്നത്. പക്ഷേ അയാൾ അവിടെ നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു രാജ്യത്തിന്റെ സുരക്ഷ, ഒരു രാജ്യത്തിന്റെ സമാധാനം, അക്രമികളെ തടയുക, അതിന്റെ ഇൻഫർമേഷൻ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നിൽക്കുന്ന ഒരാളുടെ രാത്രി ലൈലത്തുൽ ഖദ്റിനേക്കാൾ ശ്രേഷ്ഠമായ രാത്രിയാണ് അയാളെ സംബന്ധിച്ചിടത്തോളം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ലൈലത്തുൽ ഖദ്ർ എന്താണെന്ന് നമുക്കറിയാം. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ, 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠത, 1000 മാസങ്ങളുടെ ഇബാദത്തുകളേക്കാൾ ശ്രേഷ്ഠത ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിക്കുണ്ടെങ്കിൽ ഒരൊറ്റ രാത്രി ഒരു ഇസ്ലാമിക ഭരണകൂടത്തെ, മുസ്ലിം സൊസൈറ്റിയെ, മുസ്ലിമീങ്ങളെ, ഇസ്ലാമിനെ സംരക്ഷിക്കുവാൻ വേണ്ടി ഒരാൾ ഒരു രാത്രിയിൽ ചെലവഴിച്ചാൽ അത് ലൈലത്തുൽ ഖദ്റിലെ ഇബാദത്തിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള ഒരു സഹാബത്തിന്റെ സംഘം അതിർത്തിയിൽ കാവൽ നിൽക്കുകയാണ്. അങ്ങനെ ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാവാനുള്ള സാധ്യത മങ്ങിയ സന്ദർഭത്തിൽ ബാക്കിയുള്ള സ്വഹാബികളൊക്കെ അവിടുന്ന് മാറിപ്പോയി. കാരണം ആ ഒരു ഭയപ്പാടിന്റെ പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ രംഗം വിട്ടു. പക്ഷേ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു മാത്രം അവിടെ നിൽക്കുകയാണ്. അപ്പൊ ഒരാൾ അതിലൂടെ കടന്നുപോയി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം ചോദിച്ചു, എല്ലാവരും പോയല്ലോ, നിങ്ങൾ മാത്രം എന്താണ് ഇവിടെ? ആരെ പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത്? ആരെ നോക്കിയാണ് നിൽക്കുന്നത്? അതിന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നൽകിയ മറുപടി, സമിഅതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്? മൗഖിഫു സഅത്തിൻ ഫീ സബീലില്ലാഹ് ഖൈറുൻ മിൻ ഖിയാമി ലൈലത്തിൽ ഖദ്രി ഇൻദൽ ഹജറിൽ അസ്വദി. മൗഖിഫു സഅത്തിൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ തൗഹീദിന് വേണ്ടി, ദീനിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ശാന്തിക്ക് വേണ്ടി അല്ലാഹുവിന്റെ മാർഗത്തിൽ നിൽക്കുന്ന ഒരു മണിക്കൂർ, ഒരു സഅ, ഒരു നിമിഷം, അതിന്റെ ഫള് എത്രയാണെന്നറിയുമോ? അഫ്ളലു മിൻ ഖിയാമി ലൈലത്തിൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിലെ നമസ്കാരത്തെക്കാൾ. എവിടെ വെച്ച്? വീട്ടിൽ വെച്ചോ? നാട്ടിൽ വെച്ചോ? അല്ല, ഇൻദൽ ഹജറിൽ അസ്വദി, ഹജറുൽ അസ്വദിന്റെ അടുക്കൽ വെച്ച്. ഹജറുൽ അസ്വദ് എവിടെയാ? കഅബാലയത്തിലാണ്. മസ്ജിദുൽ ഹറമിൽ, മറ്റേതൊരു പള്ളിയിൽ നമസ്കരിച്ചാലും അതിനേക്കാൾ 1,00,000 ഇരട്ടി പ്രതിഫലമുള്ള മസ്ജിദുൽ ഹറമിൽ ഹജറുൽ അസ്വദിന്റെ അടുക്കൽ വെച്ച് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ നമസ്കരിച്ചാൽ കിട്ടുന്നതിനേക്കാൾ വലിയ പുണ്യമാണ്. സമാധാനത്തിന് വേണ്ടി, ശാന്തിക്ക് വേണ്ടി, തൗഹീദിന് വേണ്ടി, പുണ്യത്തിന് വേണ്ടി നിലകൊള്ളലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു എന്നാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റിബാതു യൗമിൻ വലൈല കസിയാമി ശഹരിൻ വഖിയാമിഹി, രാത്രിയും പകലും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കാവൽ നിൽക്കുക എന്നത്
ഒരു മാസം മുഴുവൻ തുടർച്ചയായി നോമ്പ് നോൽക്കുന്നത് പോലെയും ഒരു മാസം മുഴുവൻ തുടർച്ചയായി രാത്രി മുഴുവനായി നമസ്കരിക്കുന്നത് പോലെയുമുള്ള പ്രതിഫലമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. മൻ മാത മുറാബിതൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ ദീനിന്റെ കാവൽക്കാരനായി നിലകൊള്ളവേ ഒരാൾ മരണപ്പെട്ടാൽ ജറ അലൈഹി അമലൽ മുറാബിത് ഫില്ലാഹി ഹത്താ യുബഅസ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ആ അമൽ ചെയ്തതിന്റെ പ്രതിഫലം അയാൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. റിബാത്തിന്റെ പ്രതിഫലം എത്രയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു. അത് ഖിയാമത്ത് നാൾ വരെ എത്ര ദിവസം ലോകത്തുണ്ടാവുന്നുണ്ടോ അത്രയും ദിവസം ആ വ്യക്തി ആ പ്രവൃത്തി ചെയ്തതിന്റെ പുണ്യം അയാൾക്ക് ഖബറിൽ ലഭിക്കുമെന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, എത്ര വലിയ ഇബാദത്താണ് ശാന്തി ഉണ്ടാക്കൽ, എത്ര വലിയ ഇബാദത്താണ് സമാധാനമുണ്ടാക്കൽ, എത്ര വലിയ ഇബാദത്താണ് മുസ്ലിം സൊസൈറ്റിയുടെ ഇസ്ലാമിന്റെ തൗഹീദിന്റെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളൽ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനിൽ നിന്ന് കലാപമുണ്ടാക്കുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ ആ കലാപകാരികളെ തടയുന്ന ഇസ്ലാമിന്റെ പോരാളികളായി മുസ്ലിമീങ്ങളായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തിരിക്കുന്നു. അവർ നന്മക്ക് വേണ്ടി, ശാന്തിക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി, പുണ്യത്തിന് വേണ്ടി നിലകൊള്ളണം. അവർ തീവ്രവാദികളല്ല, ഭീകരവാദികളല്ല, കലാപമല്ല അവരുടെ ലക്ഷ്യം. കലാപത്തെ ഇല്ലാതെയാക്കലാണ്. അത് വലിയ ഇബാദത്താണ്. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലെ നമസ്കാരത്തേക്കാൾ വലിയ ഇബാദത്ത് എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أيها الإخوان، أوصيكم وإياي ثانيا بتقوى الله. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തം നഫ്സിനെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദുൻ, മൻ ഖുതില ദൂന ദീനിഹി ഫഹുവ ഷഹീദുൻ, മൻ ഖുതില ദൂന ദമിഹി ഫഹുവ ഷഹീദുൻ, മൻ ഖുതില ദൂന അഹ്ലിഹി ഫഹുവ ഷഹീദുൻ. കുടുംബത്തിന്റെ സംരക്ഷണാർത്ഥം കൊല്ലപ്പെട്ടവൻ ഷഹീദ, രക്തത്തെ സംരക്ഷിക്കാൻ വേണ്ടി കൊല്ലപ്പെട്ടവന് ഷഹീദ, സമ്പത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി കൊല്ലപ്പെട്ടവന് ഷഹീദാണ്, മതത്തെ, ദീനിനെ, തൗഹീദിനെ സംരക്ഷിക്കാൻ വേണ്ടി കൊല്ലപ്പെട്ടവനും ഷഹീദ. ശുഹദാക്കളുടെ സ്ഥാനം എത്രയാണ്? ശുഹദാക്കൾക്ക് മാത്രം സ്വർഗത്തിൽ 100 ദർജയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനിൽ നിന്ന് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വളരെ വിപുലമായ ഒരു മേഖലയാണ്. ആ മേഖലകളിലൂടെ എല്ലാം മുന്നേറി മനസ്സിലാക്കി സ്വർഗലോകത്തേക്ക് വേണ്ടി അധ്വാനിക്കാൻ, അതിനുവേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണം വരെയുള്ള നമ്മളുടെ ആയുസ്സിനെ, നമ്മളുടെ സമയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിച്ചു തീർക്കാൻ നാം ഉപയോഗപ്പെടുത്തണം. മലക്കുൽ മൗത്ത് വന്ന് നമ്മളുടെ മൗത്തിനെ പിടിക്കുന്ന സമയത്ത് റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ, റഹ്മാനായ നാഥ, കുറച്ചുകൂടി സമയം തന്നാൽ ഞാൻ എന്റെ നിലപാടുകളൊക്കെ നന്നാക്കി നല്ല മനുഷ്യനായി ജീവിക്കാമെന്ന് പറയും മനുഷ്യൻ. പക്ഷേ വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, ആ ഒരു അജൽ എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സെക്കൻഡ് പോലും നമുക്ക് അവധി തരൂല. അതുകൊണ്ട് അശ്രദ്ധയിലായി ഞാനും നിങ്ങളും ജീവിക്കരുത്. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅരിദൂൻ, മനുഷ്യന്റെ വിചാരണ അവന്റെ അടുത്തെത്തിയിട്ടുണ്ട്. പക്ഷെ എല്ലാവരും എന്തിലാണ്? ഗഫലത്തിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2-3 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഒന്ന്, ഗഫലത്ത് നമുക്ക് പാടില്ല. വലിയ ഒരു ലക്ഷ്യത്തിനു വേണ്ടിയാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ റമളാനിന്റെ മുന്നോടിയായ ശഅബാൻ മാസത്തിലാണല്ലോ നമ്മളുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൽക്കർമ്മങ്ങളിൽ മുന്നേറിയിരുന്നു. ശഅബാൻ മാസത്തിൽ നോമ്പുകൾ വർദ്ധിപ്പിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്താണ് ശഅബാൻ മാസത്തിൽ മറ്റുള്ള മാസങ്ങളെക്കാൾ താങ്കൾ പ്രാധാന്യം നൽകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാലിക ശഹ്റുൻ യഗ്ഫുലുൻ നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ, റജബിനും റമളാനിനും ഇടയിൽ പല ആളുകളും ശ്രദ്ധ കൊടുക്കാത്ത മാസമാണ്. وذلك شهر ترفع فيه الأعمال إلى الله تبارك وتعالى وأنا أحب أن ترفع أعمالي إلى الله وأنا صائم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിലേക്ക് അമലുകൾ ഉയർന്നു പോകുന്ന മാസമാണ് ശഅബാൻ മാസം.
നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകൾ റബ്ബിന്റെ അടുത്ത് എത്തുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ 2 വിഷയങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയും. ഒന്ന്, ഗഫലത്ത് പാടില്ല എന്നർത്ഥം, അശ്രദ്ധ പാടില്ല. അശ്രദ്ധയിലാവാൻ നമുക്ക് സാധ്യമല്ല. മരണം ഏത് സമയത്താണ് വന്ന് പിടികൂടുക എന്ന് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളുടെ അശ്രദ്ധ നമ്മളെ സങ്കടത്തിലാക്കും. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഓരോ പ്രഭാതത്തിലും, ഓരോ പ്രദേശത്തിലും, ഓരോ വൈകുന്നേരങ്ങളിലും, ഓരോ രാവിലകളിലും, കടന്നുറങ്ങുമ്പോഴും ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും ഒരുപാട് ദിക്റുകൾ, ദുആകൾ നമ്മളോട് ചൊല്ലാൻ പറഞ്ഞത് നമ്മൾ അശ്രദ്ധരാവാതിരിക്കാൻ വേണ്ടിയാണ്. ഓരോ സൂര്യോദയവും ശ്രദ്ധേയമായിരിക്കണം, ഓരോ സൂര്യാസ്തമയവും ശ്രദ്ധേയമായിരിക്കണം, ഓരോ ഉറങ്ങാൻ കിടക്കലും ശ്രദ്ധയോടെയാവണം, ഓരോ ഉറങ്ങി എഴുന്നേൽക്കലും ശ്രദ്ധയോടെയാവണം. അതിമഹത്തായ ഒരു ലക്ഷ്യത്തിനു വേണ്ടി മനുഷ്യ സമൂഹം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലെ നിയ്യത്ത് വളരെ നന്നായെങ്കിലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അമലു സ്വാലിഹാത്തുകൾക്ക് തൗഫീഖ് നൽകുള്ളൂ. നമ്മളിൽ നിന്ന് അല്ലാഹുവിലേക്ക് ഉയർന്നു പോവേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഇഖ്ലാസ് ആണ്. ഇഖ്ലാസ്, അതാണ് അല്ലാഹുവിന് വേണ്ടത്. വലാകിൻ യനാലുഹു തഖ്വ മിൻകും, നിങ്ങളിൽ നിന്നുള്ള തഖ്വയാണ് റബ്ബിലേക്ക് എത്തേണ്ടത്. പടച്ച റബ്ബ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഇഖ്ലാസ് ആണ്, ആത്മാർത്ഥത, ഹൃദയശുദ്ധി, നല്ല വിചാരം. വലൗ അലിമല്ലാഹു ഫീഹിം ഖൈറാ ലഅസ്മഉഹും, നിങ്ങളുടെ മനസ്സിൽ നന്മയുണ്ടെന്ന് അല്ലാഹു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്തിനുള്ള തൗഫീഖ് നൽകും, അമലു സ്വാലിഹാത്തിനുള്ള തൗഫീഖ് നൽകും. അറിയുക, എവിടെയെങ്കിലും നന്മക്ക് നമുക്ക് തൗഫീഖ് ലഭിക്കുന്നില്ലെങ്കിൽ അത് നമ്മളുടെ ഇഖ്ലാസിന്റെ കുറവാണ്, തഖ്വയുടെ കുറവാണ്. മനസ്സ് ശുദ്ധീകരിക്കുക. അല്ലാഹു ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. വലാകിൻ അല്ലാഹ യൻദുറു ഇലാ ഖുലൂബികും വഅഅമാലികും, അല്ലാഹു നമ്മളുടെ മനസ്സിലേക്കാണ് നോക്കുന്നത്. മനസ്സിലെ വിചാരങ്ങളെ സൂക്ഷ്മമായി അറിയുന്ന അല്ലാഹുവേ നമുക്ക് തൗഫീഖ് നൽകൂ. റബ്ബിൽ നിന്ന് തൗഫീഖ് ലഭിക്കണോ? നല്ല ഇഖ്ലാസുള്ള ആളുകളായിരിക്കണം. അതുകൊണ്ട് ഗഫലത്തിന്റെ ആളുകളാവരുത്. എന്ന് മാത്രമല്ല, നമ്മുടെ അമൽ അല്ലാഹുവിലേക്ക് ഉയർന്നു പോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. പലരുടെയും അമല് വ്യത്യസ്തമാണ്. ചില ആളുകൾക്ക് ഇവിടെ മാത്രം ആളുകളെ കാണിച്ചാൽ മതി, മരിക്കുന്നവരെ ജനങ്ങളിൽ നിന്ന് ഒരു ചീത്തപ്പേര് കേൾക്കരുത്, മരിക്കുന്നത് വരെ നാട്ടിൽ ഞാൻ നല്ലവനായി അറിയപ്പെടണം. ഇതിനപ്പുറത്ത് ഒരു അമല് കൊണ്ട് മറ്റൊന്നും ഉദ്ദേശിക്കാതെയാണ് പലപ്പോഴും ബഹുഭൂരിപക്ഷം ജനങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ ആഗ്രഹിക്കേണ്ടത് നമ്മളുടെ അമല് അല്ലാഹുവിന്റെ അടുക്കലെത്തണം. പടച്ച റബ്ബിന്റെ അടുത്തെത്തിയിട്ടില്ലെങ്കിൽ ജീവിതം വൃഥാവിലായി. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, ഹൃദയശുദ്ധിയുള്ള തഖ്വയുള്ള പടച്ച റബ്ബിനെ ഭയപ്പെടുന്ന ആളുകളുടെ അമല് മാത്രമേ റഹ്മാനായ നാഥനിൽ എത്തുകയുള്ളൂ. അതുകൊണ്ട് ഇഖ്ലാസ് ഇല്ലാത്ത അമല് അല്ലാഹുവിലേക്ക് എത്തൂല. അമല് അല്ലാഹുവിലേക്ക് എത്തിയിട്ടില്ലെങ്കിലോ ഇലൈഹി യസ്അദുൽ കലിമുത് ത്വയ്യിബു വൽ അമലു സ്വാലിഹു യർഫഉ, നല്ല വാക്കുകളും അമലുകളും ആകാശത്തേക്ക് എത്തേണ്ടതുണ്ട്, അല്ലാഹുവിലേക്ക് എത്തേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗ്രഹം അമലുകൾ ആകാശത്തേക്ക് ഉയർന്നു പോകുന്ന മാസാണ്. എന്റെ അമല്, എന്റെ നോമ്പ്, എന്റെ ഇബാദാത്തുകൾ പടച്ച റബ്ബിന്റെ അടുത്തേക്ക് എത്തുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാൻ മാസം, റമളാൻ മാസം, അതല്ലാത്ത മാസങ്ങളും രാത്രികളും പകലുകളും ഉപയോഗപ്പെടുത്തി ആ മഹാനായ പ്രവാചകന്റെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് അശ്രദ്ധന്മാരായി ജീവിക്കാതെ, ഗഫലത്തിൽ കഴിയാതെ റബ്ബിലേക്ക് അമലുകൾ ഉയർന്നു പോകുന്ന നല്ല പ്രതീക്ഷയുമായി ഞാനും നിങ്ങളും പ്രവർത്തിക്കുക, ആരാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അപ്രകാരം ജീവിച്ചു മരിച്ചു പോകുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم وإخوانهما شيوخ الإمارات الذين انتقلوا إليك. اللهم وفق ولي أمرنا الشيخ خليفة بن زائد ونائبه لما تحبه وترضى. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.